കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. AC പവർ സ്റ്റീരിംഗ് 4 പവർ വിൻഡോ എല്ലാം വരുന്നത്. സ്പെയർ കീ സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ടയറെല്ലാം പുതിയതല്ലേ? എല്ലാം പുതിയതാണ്. ആൾട്ടയർ പുതിയതാണ്. ആൾട്ടയർ കൊള്ളാം. സെക്കൻഡ് വർഷം 59,000 കിലോമീറ്റർ. 59,000 കിലോമീറ്റർ. അതെ അതെ. LXi ആണ്. 9LXi 89,000 കിലോമീറ്റർ. ഓൾട്ടോ 800 2013. ഓണർഷിപ്പ് എത്ര? 13 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അപ്പം ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് മുതലാളി? നമ്മളിപ്പോൾ 6,000 പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിച്ചു. അപ്പം ലോൺ കയറുമല്ലോ? റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അഡീഷണൽ സ്ക്രീൻ വെച്ചിട്ടുണ്ടല്ലേ? അത് വെച്ചിട്ട് ആൻഡ്രോയിഡ് സെറ്റ് വെച്ചിട്ടുണ്ട്. ഓർഡർ പറഞ്ഞിട്ട് എയർ ബാഗ്, ഓഡിയോ ബട്ടൺ കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ. അപ്പം മുമ്പത്തെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും റീപ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ നന്നാവാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിന്റെ വില എങ്ങനെ വരുന്നത്? നമുക്ക് ഫൈനൽ 290 കൊടുക്കാം. അപ്പൊ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 33,000 കിലോമീറ്റർ. ഡീസലാണല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോഴും ചിരിക്കൊണ്ട് അവിടെ തന്നെയാണ്. അടുത്ത എപ്പിസോഡാണ്. ഇവിടെ വീണ്ടും ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് ഫുൾ ഓൾട്ടോ 1, 2, 3, 4, 5, 6, 7, 9, 10, 12 ഓൾട്ടോകളാണ്. വാഗണാറുണ്ട്, എസ്റ്റിലോ ഉണ്ട്, അതേമാതിരി ഇനോവ ഉണ്ട്, വെർണ, മാരുതി 800, അങ്ങനെ ഒരുപാട് വണ്ടിയുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ പിന്നെ തിരുവനന്തപുരം അമരവളയാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്നത്തെ ഫസ്റ്റ് വണ്ടി പറ. വെർണ ഏത് മോഡല്? 2007 8 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2007 8 രജിസ്ട്രേഷൻ. 7 വണ്ടി 8 രജിസ്ട്രേഷൻ. ഇപ്പൊ ജനുവലാണ് ടെസ്റ്റ് കഴിഞ്ഞല്ലേ? ഓക്കെ, ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് 1,05,000 കിലോമീറ്റർ. അപ്പോൾ മാരേജ് സർവീസ് എല്ലാം കഴിഞ്ഞതാ. വണ്ടി കണ്ടീഷൻ ആണല്ലോ? പക്ക, കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. AC പവർ സ്റ്റീരിംഗ് 4 പവർ വിൻഡോ എല്ലാം വരുന്നത്. സ്പെയർ കീ സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ടയറെല്ലാം പുതിയതല്ലേ? എല്ലാം പുതിയതാണ്. ആൾട്ടയർ കൊള്ളാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്ഷൻ ഹിസ്റ്ററി അതുമില്ല. ഓക്കെ, സീറ്റ് കവറൊക്കെ ഒറിജിനൽ ആണോ കവറാണോ? ഒറിജിനൽ. വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ഈ വൃത്തി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ പറയുന്നപ്പോൾ നീ എടുത്തു എന്ന് പറയാം. അതിന് വേറെ പേടിയുണ്ട് എനിക്ക്. സ്റ്റീരിംഗ് ഇരിപ്പുണ്ട്. പവർ വിൻഡോ AC എല്ലാം വർക്കിംഗ് ആണല്ലോ? പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ്. അപ്പൊ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക വണ്ടി. വെർണ ഡീസൽ മൈലേജ് ഒക്കെ എങ്ങനെ ഒരു പഴയ വണ്ടി ആകുമ്പോൾ? 20 വരുന്നുണ്ട്. 1 ലിറ്റർ അടിക്കുമ്പോൾ തന്നെ. ശരി, അപ്പൊ ഇതിന് വില എങ്ങനെ വരും? വില നമുക്കൊരു 1,20 കൊടുക്കാം. അല്ല, ഈ വണ്ടി വാങ്ങിച്ച് തള്ളേണ്ടി വരുമല്ലോ? അതൊരിക്കലും വരില്ല. അതറിഞ്ഞാൽ മതി. ഓക്കെ, ഇതിന് ലോൺ കയറില്ല? പഴയ വണ്ടിയല്ലേ? 1,20 അല്ലേ? നെഗോഷ്യബിൾ ആണോ? മാക്സിമം എന്നാലും നോക്കാം, ഹെൽപ്പ് ചെയ്യാം. അടുത്ത വണ്ടി മാരുതി 800. സെയിം 2011. ഇതിന് ഓണർഷിപ്പ് എത്രയാ? ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് വർഷം 59,000 കിലോമീറ്റർ. 59,000 കിലോമീറ്റർ. അതെ. ഇത് ഷോറൂം സർവീസ് ആണോ പുറത്താണോ? നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല. അത് ഇതെന്താ വൈക്കോൽ പോയി ഒളിച്ചു വെച്ചിരിക്കുകയാണോ വണ്ടി? വണ്ടി നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, വേറെ കംപ്ലൈൻസ് പറയാനൊന്നുമില്ല. ഇതിന് റീപ്ലേസ്മെന്റ് എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. ആക്സിഡന്റ് ഇല്ല. ഒന്നുമില്ല. സാറൊന്ന് മാറുകയാണെങ്കിൽ ആ സൈഡ് ഒന്ന് കാണിക്കാം. ശരി. വേറെ തട്ടലൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, അതിന്റെ ബാക്ക് സൈഡ് ക്ലിയർ ആണ് കേട്ടോ, കുഴപ്പമില്ല. ഒറിജിനൽ പെയിന്റ് ആണല്ലോ? ഒറിജിനൽ പെയിന്റ്. ഓക്കെ, സീറ്റ് വർക്ക് ഉണ്ട്, വൃത്തിയുണ്ട്. അപ്പം ഇതിന്റെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? പക്ക. AC എല്ലാം വർക്കിംഗ് ആണ്? എല്ലാം വർക്കിംഗ് ആണ്, ഒരു കംപ്ലൈൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കിതൊരു 1,30 കൊടുക്കാം. ലോൺ എത്ര കയറും? നമുക്കൊരു 80 രൂപയുടെ നോക്കാം. ശരി. ഇത് വണ്ടി 2009 LXi ആണ്. 9LXi 89,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? എത്ര ഓടി എന്ന് പറഞ്ഞാൽ? 89,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ടയറൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതിനുമില്ലേ? ഒന്നുമില്ല. ആക്ഷൻ ഹിസ്റ്ററി ഇല്ലേ? ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല. അതുമില്ല. സ്ക്രാച്ചസ് ഒന്നുമില്ല. LXi ആണല്ലേ? ഡൂഡോർ പവറിന്റെ AC പവർ. ഓക്കെ, ടയർ 4 കൊള്ളാം. ഓക്കെ, എസ്റ്റിലെ മൈലേജ് എങ്ങനെ വരുന്നത്? നമുക്ക് നമ്മളെ വാഗണർ സെയിം തന്നെ, ഒരു 15-17 ആ റേഞ്ച് വരും അല്ലേ? ഓക്കെ, സോണിയുടെ സിസ്റ്റം ഒക്കെ ഇരിപ്പുണ്ട്. അവസരം എല്ലാം വർക്കിംഗ് അല്ലേ? AC എല്ലാം വർക്കിംഗ് അല്ലേ? ഒരു കംപ്ലൈൻസും ഇല്ല, പക്ക. ഒന്നുമില്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ് വില വരുന്നത്? അപ്പം നമുക്ക് 1,60 പ്രതീക്ഷിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. 1,65 പ്രതീക്ഷിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. അതെ. ലോൺ എത്ര വരും അപ്പം? ലോൺ നമുക്കൊരു 1.5 അടുപ്പിച്ച്. ശരി, അടുത്ത വണ്ടി മോലല്ലേ? അടുത്ത വണ്ടി അപ്പൊ അടുത്ത വണ്ടി എസ്റ്റിലോ. അപ്പൊ എങ്ങനെ? ഇത് വണ്ടി 2011 ആണ്. വണ്ടി ഫുൾ കമ്പനി സർവീസ് 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് 54,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആക്ഷൻ ഹിസ്റ്ററി ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഓക്കെ, പെയിന്റ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല.
വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല? ഒരു പ്രശ്നമില്ല. ഓക്കെ, ഷോറൂം സർവീസ് ആണല്ലോ അല്ലേ? ഷോറൂം സർവീസ്, അതെ. ഓക്കെ, സീറ്റ് ഫാബ്രിക് അല്ലേ? ഫാബ്രിക് ആണ്. പിന്നെ ഇതിൽ ഡ്യുവൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? ക്യാമറ വെച്ചിട്ടുണ്ട്, 2 ക്യാമറ ഉണ്ട്. അല്ല, ഇപ്പോൾ ഇത് മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീനല്ലേ വെച്ചിരിക്കുന്നത്? അതെ. അപ്പോൾ അഡീഷണൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഇത് വേരിയന്റ് LX ആണോ? LX. 2 ഡോർ പവറിന്റെ AC പവർ. സ്പെയർ കീ എല്ലാം വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. സ്പെയർ കീ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? നമ്മൾ പ്രതീക്ഷ 180 ആണ്. 180 നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ പ്രതീക്ഷിച്ചോ? അപ്പം അത് കാരണം നാൾക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. 1.5 വരെ ഫിനാൻസ് കിട്ടും. 1.5 ഫിനാൻസ് കിട്ടും. ശരി, അടുത്ത വണ്ടി അത് തന്നെയാണ്. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 800 2013 ആണ്. 13. ഓണർഷിപ്പ് എത്ര? 13 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 73,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. LX ആണ് വണ്ടി. സ്റ്റീരിയോ സോണിന്റെ ഇരിപ്പുണ്ട്. വണ്ടി കൊള്ളാല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഓൾട്ടോ ആകുമ്പോൾ നല്ല മൈലേജ് കിട്ടില്ല. 18 മൈലേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? 2.15 കൊടുക്കാം. 2.15. 2013 കൊണ്ട് 2.15 ചോദിക്കുന്നുണ്ട്. ഇത് നെഗോഷ്യബിൾ ആണോ ഫിക്സഡ് ആണോ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം കുറയ്ക്കാം. ലോൺ എത്ര കയറും? അപ്പോൾ ലോൺ ഒരു 1.80 2 അടുപ്പിച്ച് കയറും. 1.80 2 അടുപ്പിച്ച് കയറും. അപ്പം വളരെ കുറച്ച് ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇതിന്? നിസ്സാര പൈസ അടച്ചാൽ. ശരി, അപ്പോൾ അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഓൾട്ടോ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 50,000 കിലോമീറ്റർ. മോഡൽ ഏതായിരുന്നു? 2013. പറയണായിരുന്നു. ഓക്കെ, ടയർ കണ്ടീഷൻ കൊള്ളാം അല്ലേ? നല്ല വണ്ടിയുള്ള പക്ക വണ്ടിയാണ്. രജിസ്ട്രേഷൻ ആണ്. വേറെ കമ്പനീസ് കാര്യം LX ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിനുമില്ല. ഓ, ആക്സസറി ഇല്ല? ഒന്നുമില്ല. ഓക്കെ, സ്ക്രാച്ച് ഒന്നും? റീപ്ലേസ്മെന്റ് ഫ്രീ വെഹിക്കിൾസ് ആണ്. ഇല്ല. വണ്ടി ക്ലീൻ ആണ്. ചെറിയൊരു ഡോട്ട് അത്രേ ഉള്ളൂ. വെഹിക്കിൾ കവർ നേരത്തെ ഉപയോഗിച്ചത് എല്ലാം ഉണ്ട്. നമ്മള് മൂടിയ കവർ കിടപ്പുണ്ടല്ലേ? തീർച്ചയായും നമ്മൾ ഒരു സാധനം എടുത്ത് മാറില്ലല്ലോ. നമ്മൾ എടുത്ത് കാര്യമില്ലല്ലോ. അവർ എടുക്കുന്ന രൂപ അതേ ഉള്ളൂ. അതെ, വീട്ടിൽ XUV വാങ്ങിച്ച് വെച്ചിട്ട് മാരുതി ആൾട്ടോയുടെ കവർ എടുത്ത് ഒന്നായിരിക്കും. സ്റ്റീരിയോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ സീറ്റ് ഫാബ്രിക് ആണ്. അത്യാവശ്യം വൃത്തിയുണ്ട്. ഒരു റെഡ് XUVയുടെ ഓണർ ആണല്ലേ? XUV W8. ഓക്കെ, മുതലാളി, ശരിക്കും മുതലാളി. ആഗ്രഹത്തിന് പുറത്ത് എടുക്കുന്നതാണല്ല. പിന്നെ ബാക്കിയുള്ളവരെ വണ്ടി എടുക്കുന്ന ആഗ്രഹം ഇല്ലാതെ ചുമ്മാ എടുക്കുന്നതാണ്. അങ്ങനെയല്ല, വിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഒരു ആഗ്രഹത്തിന് പുറത്ത് മുമ്പ് ബെൻസ് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പൊ പിന്നെ അപ്പൊ ഇതെങ്ങനെ വില? ഇത് നമുക്ക് 2 രൂപ കൊടുക്കാം. 2 രൂപ. 2 ലക്ഷം. 2.15. 2013 കൊണ്ട് 2.15. അപ്പൊ ഇത് നെഗോഷ്യബിൾ ആണോ പ്രൈസ്? മാക്സിമം ആണ്. ഓക്കെ, ഏകദേശം 2 അടുപ്പിച്ച് കയറും. 1.80 2 അടുപ്പിച്ച് കയറും. അടുത്തോണ്ട് നോക്കാം. അടുത്ത വണ്ടി റെഡ് ഓൾട്ടോ. ഇതും 2013 തന്നെയാണ്. 13. ഈ 13 മറ്റേ 13 ആയിരുന്നല്ലേ? 13. പക്ഷെ അത് 2 സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ ആണോ? 0 കിലോമീറ്റർ. ഷോറൂം സർവീസ് ആണോ? ഷോറൂം സർവീസ്. ആക്സസറി ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കൊള്ളാലല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ. ഇത് മറ്റേ സ്റ്റിക്കർ, ഇത് മറ്റേ ലിമിറ്റഡ് എഡിഷൻ ആണോ? ലിമിറ്റഡ് എഡിഷൻ അല്ലേ? സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. LX ആണ് വേരിയന്റ്. എക്സ്ട്രാ സ്പോയിലർ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ചെയ്തേക്കുന്ന കമ്പനി ലിമിറ്റഡ് എഡിഷൻ അല്ല, അതിന് വരുന്നതാണല്ലേ? ഓക്കെ, ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ്. ഒരു കെൻവുഡിന്റെ സീരിയ ഇരിപ്പുണ്ട്. വണ്ടി കുഴപ്പമില്ല, നീറ്റ് ആണല്ലോ. പക്ക 24 കിലോമീറ്റർ ചെയ്തു. ഓക്കെ, അപ്പം വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നല്ല 18 മേളിൽ മൈലേജും കിട്ടും. അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? നമുക്ക് അതിനേക്കാളും അറിയില്ല, വണ്ടി ക്വാളിറ്റി കുറച്ച് ഇതായത് നമുക്ക് 2.30 കൊടുക്കാം. 2.30. മറ്റേ 2.15 ആയിരുന്നു. 2.30. ഇത് നെഗോഷ്യബിൾ ആണോ? മാക്സിമം ആണ്, എന്തായാലും നോക്കാം, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ലോണും സെയിം ആണോ, അതോ വ്യത്യാസമുണ്ടോ? ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ആയിട്ട് നമ്മൾ വന്ന വാല്യൂഷനിൽ ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ ചിലപ്പോൾ മിനിമം 2 ലക്ഷം രൂപ കിട്ടും. ചിലപ്പോൾ എന്തായാലും 2 ലക്ഷം രൂപ മിനിമം കിട്ടും. 1.80 to 2 റേഞ്ച് ഉറപ്പായിട്ട് വരാം. ഉറപ്പായിട്ടും കിട്ടും. ശരി, അടുത്ത വണ്ടി ഓൾട്ടോ. വേറെ വണ്ടിയാണ് കാണിക്കുന്നത്. ചില ആൾക്കാർ തെറ്റിച്ച് ആ വണ്ടിയാണ് വീണ്ടും കാണിച്ചിരുന്നത്. അതല്ല, വേറെ വണ്ടി തന്നെയാണ്. വണ്ടി 2017 ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 42,000 കിലോമീറ്റർ. ഫ്രണ്ട് ടയർ പുതിയതാണ്. ബാക്ക് ടയർ മോശമാണല്ലേ? ബാക്ക് ടയർ ഫസ്റ്റ് ടയർ. ഓക്കെ, മറ്റേ മാറ്റിട്ടുണ്ടല്ലേ? ഫ്രണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി VX ആണ്. വേരിയന്റ് VX ആണല്ലേ? ഓക്കെ, വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനുമില്ലേ? ഒരിക്കലും ഇല്ല. കഷ്ടമായി. കഴിഞ്ഞ പ്രാവശ്യം വേരദോഷം മുഴുവൻ മാറ്റിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം റീപ്ലേസ്മെന്റ് വേണമെന്നെല്ലാം പറഞ്ഞല്ലേ? അതായത് ഇതല്ല, നമ്മൾ മുമ്പത്തെ വീട് ചെയ്തപ്പോഴത്തേക്കും ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നന്നാവാൻ തീരുമാനിച്ചു. ഓക്കെ, സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡോർ മാറ്റ് ഉണ്ട്.
VX ആകുമ്പോഴത്തേക്കും സ്റ്റീരിയോ ഇൻബിൽറ്റ് വരും. ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇൻബിൽറ്റ് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. ഓക്കെ, വണ്ടി കുഴപ്പമില്ല, നല്ല വൃത്തിയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക വണ്ടി. 40 കമ്പനി ഹിസ്റ്ററി ഉള്ളൂ. 42 കിലോമീറ്റർ സിംഗിൾ ഓണർ. 42 കിലോമീറ്റർ സിംഗിൾ ഓണർ. വില എങ്ങനെ വരും? 2017 നമുക്ക് 280 2017 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണല്ലേ? ഓക്കെ, അപ്പം ലോൺ എത്ര കയറും? ലോൺ അറൗണ്ട് ഒരു 2.5 അടുപ്പിച്ച് കയറും. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി വാഗണർ. ഇത് വന്ന് 2012 വണ്ടിയാണ്. ഓക്കെ, 12 LX ആണ്. സിംഗിൾ ഓണർ. 19,000 കിലോമീറ്റർ. 19,000 കിലോമീറ്റർ. 20 കിലോമീറ്റർ ആണോ? 20 കിലോമീറ്റർ. ഷോറൂം സർവീസ് ആണോ? ഷോറൂം സർവീസ് ഇസ്റ്റേക്കുള്ള ആണോ? ടയർ 4 കുഴപ്പമില്ലല്ലേ? ടയർ എന്ന് വെച്ചാൽ ഫ്രണ്ട് 2 പുതിയ ടയറാ. ബാക്ക് ടയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ വണ്ടി 4 ഫസ്റ്റ് വന്ന ടയർ. അപ്പം വണ്ടി ഉപയോഗിക്കാതെ ബാക്ക് 2 ടയർ ബഡ്ജിങ് ആണ്. അപ്പൊ ഈ 2 ടയർ മാറണം. മാറിയേ പറ്റുള്ളൂ അല്ലേ? ഫ്രണ്ട് ടയർ മാറിയിട്ടുണ്ട്, ബാക്ക് 2 ടയർ മാറേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് നോക്കാൻ പറയാം. അതിന് ഇയർ ഉൾപ്പെടെ എല്ലാം ഉള്ളതാണ് ടയറിൽ. LX ആണല്ലേ? LX. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഈ 19,000 കിലോമീറ്റർ പറഞ്ഞേ? 20 കിലോമീറ്റർ. 20 കിലോമീറ്റർ ഇഷ്ടമുള്ളതാ. ഞാൻ ഇപ്പൊ ടയർ ഫസ്റ്റ് ടയറാ. ഇത് ബാക്ക് ഞാൻ കണ്ട പുത്തൻ വണ്ടി ഫസ്റ്റ് ടയറാണ്. പക്ഷേ ബഡ്ജായി എന്ന് വെച്ചാൽ ഓടി ഉപയോഗിക്കാതായിരുന്നു ബഡ്ജായതാ. ഓക്കെ, അത്യാവശ്യം വണ്ടിയിലെ വൃത്തിയൊക്കെ ഉണ്ട്. LX 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ഇതിന്റെ വില എങ്ങനെ വരുന്നത്? നമുക്ക് ഫൈനൽ 290 കൊടുക്കാം. 290. നമ്മളെ മോഡൽ അനുസരിച്ച് വില കൂടുതലാണ്, വേറെ കൊണ്ടല്ല, അത്ര ലോ കിലോമീറ്റർ ആണ്, അതുകൊണ്ടാണ്. അതെ, 290 ആണ് ചോദിക്കുന്നത്. 2014 വണ്ടി. ശരി, അടുത്ത വണ്ടി നോക്കാം. 12 വണ്ടി 290 ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ ഒരു 2.5 വരും. അപ്പോൾ അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി വാഗണർ. എങ്ങനെയാണ് ഇത്? വണ്ടി 2013 മാനുഫാക്ചറിംഗ്, 14 രജിസ്ട്രേഷൻ. 13 വണ്ടി. സോറി, 13 വണ്ടി 14 രജിസ്ട്രേഷൻ. തിരിഞ്ഞു പോയി. എത്ര ഓടിയിട്ടുണ്ട്? VX ആണ്. 63,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറൊക്കെ 4 പുതിയതല്ലേ? പിന്നെ കമ്പനി സർവീസ് അല്ല, പുറത്ത് സർവീസ് ആണ്. VX ആണ് വരുന്നുണ്ടല്ലേ? കമ്പനി സർവീസ് അല്ല. കമ്പനി സർവീസ് അല്ല. ഓക്കെ, അപ്പം കിലോമീറ്റർ ജനനാണോ? അത് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം പുറത്തുള്ള സർവീസ് ആണ്. അതാണ് ചോദിച്ചത്, കിലോമീറ്റർ ജനനാണോ? ഓക്കെ, കസ്റ്റമർ പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. ഇത് പാർക്കിംഗ് സെയിലാണല്ലേ? ഓക്കെ, അങ്ങനെ ആദ്യത്തെ പാർക്കിംഗ് സെയിൽ വന്നിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ കൊള്ളാം. അപ്പോൾ ഇതിന്റെ കിലോമീറ്റർ അത്ര വിശ്വസനീയമല്ലേ അല്ലേ? അല്ല, തീർച്ചയായിട്ടും, കാരണം കമ്പനി സർവീസ് അധികം പോയിട്ടില്ല. ഓക്കെ, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഫോർഡർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. കമ്പനീസ് കാര്യങ്ങളല്ല, വണ്ടി ഓടിക്കാൻ കൊള്ളാൻ വരെ കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്. അപ്പോൾ ഇതെങ്ങനെ വില വരും? ഫൈനൽ ഒരു 330 കൊടുക്കാം. 330. 2014 അല്ലേ? 13 രജിസ്ട്രേഷൻ. ഓക്കെ, അതിനെ 14 എന്ന് പറഞ്ഞല്ലേ? ഓക്കെ, അപ്പം ലോൺ എത്ര കയറും? ലോൺ അറൗണ്ട് ഒരു 2.5-3 അടുപ്പിച്ച് കയറും. 3 അടുപ്പിച്ച് കയറും. ഇച്ചിരി അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ബ്രസ. എങ്ങനെയാണ് വണ്ടി? 2019 ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 33,000 കിലോമീറ്റർ. ഡീസൽ ആണല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് ആദ്യം പറയണം. ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് 2019 വണ്ടി. ഓക്കെ, വണ്ടി ടയർ ഒക്കെ ആവറേജ് ഉള്ളൂ. എത്ര ഓടിയിട്ടുള്ള വണ്ടി? 33,000 കിലോമീറ്റർ. അപ്പോൾ ആ ടയർ മാറിയിട്ടില്ലേ? ടയർ മാറിയിട്ടില്ല. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ആക്സസറി ഒന്നുമില്ല. ഓക്കെ, അപ്പം ബ്രസ ഡീസലിന് എങ്ങനെ മൈലേജ് വരുന്നത്? ഇപ്പോൾ 20 കിട്ടും. വണ്ടി നല്ല ക്ലീൻ ആട്ടോ, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, നല്ല പക്ക എടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നല്ല വൃത്തിയുണ്ട്, സീറ്റ് കവറൊക്കെ കൊള്ളാം. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ്. ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും മൈലേജ്? കിട്ടുമല്ലേ? കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഇൻബിൽറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നിങ്ങൾക്ക് ഇടിയാണ്? തീർച്ചയായിട്ടും, ഓടിച്ച് കാണിച്ചു തരാം. ഓ ശരി, അപ്പം ചിരിക്കൂടൻ്റെ ഉറപ്പാണ്. ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് 20 കിലോമീറ്റർ മൈലേജ് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വന്ന പുള്ളി ഇടിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന്റെ വില എങ്ങനെ വരും? നമുക്ക് ഫൈനൽ ഒരു 9-15 കൊടുക്കാം. ഇത് വേറെന്താ പറഞ്ഞേ? VDI. ഓക്കെ, അത്യാവശ്യം ഫീച്ചർ വരുന്നുണ്ടല്ലോ? ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാം വരുന്നുണ്ടോ? വരാ പറ. 9-15 കൊടുക്കാം. 9-15. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 8-8.5 റേഞ്ച് വരെ നോക്കാം. കിട്ടും. ഇച്ചിരി അടുത്തോണ്ട് നോക്കാം. അടുത്തുണ്ട്. ഇവിടെ ഒന്നും ഇല്ലേ? അടുത്ത വണ്ടി 2015 സ്വിഫ്റ്റ് ഡിസയർ. ഡീസൽ പെട്രോളോ? ഡീസലാണ്. ഡീസൽ. സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ 2015 വണ്ടി. VDI വേരിയന്റ്. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർഷിപ്പാണ്. വണ്ടി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് 75,000 കിലോമീറ്റർ ആണോ? വേറെ ആക്സസറി കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒക്കെ പുതിയതല്ലേ? ടയർ കണ്ടീഷൻ ഒക്കെ പുതിയതല്ലേ? ടയർ കൊള്ളാം. ഓക്കെ, അതിന് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഡിസൈർ ആകുമ്പോഴത്തേക്കും മൈലേജ് ഓൾമോസ്റ്റ് 20 റേഞ്ച് തന്നെ വരുമല്ലോ? 20 മോള് കിട്ടും. വരുമല്ലേ? ഓക്കെ, സീറ്റ് കുറേ കൊള്ളാം.
വണ്ടി ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ട്, ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. ഓർഡർ പവറുണ്ട്, AC പോസ്റ്റ് ഇമർജൻസി എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ, വണ്ടി കണ്ടീഷൻ AC എല്ലാം വർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കൊരു 4.25 കൊടുക്കാം. 4.25. ലോൺ എത്ര വരും അപ്പോൾ? ലോൺ നമുക്ക് 4.4 കിട്ടും. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഇന്നോവ. ഓക്കെ, എങ്ങനെയാണ് ഇത്? വണ്ടി 2010-11 രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീ വണ്ടിയാണ്. റീ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 4th ഓണർഷിപ്പാണ്. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 191. 1,91,000 കിലോമീറ്റർ. അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയൂ. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. തള്ളി മറിക്കുന്നുണ്ട്, ഇവിടെ റീപ്ലേസ്മെന്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് പറ്റില്ല, കസ്റ്റമറിന് വേണ്ടിയാണ്. അല്ല, ബാക്കിയുള്ള പിന്നെ അല്ല. ഓക്കെ, അപ്പം ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് അല്ലേ? അതെ അതെ. ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? പ്രീമിയം സീറ്റ്, ക്വാളിറ്റി ഉണ്ട്. വണ്ടി ഹിസ്റ്ററി നോക്കിയാൽ നേരത്തെ അത്യാവശ്യം കമ്പനി സർവീസ് അല്ല. ഇപ്പോഴേക്കും കസ്റ്റമർ എടുത്ത ശേഷം പുള്ളി ഓൾമോസ്റ്റ് കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ്. ഓക്കെ, ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ടല്ലേ? അതെ അതെ. ഓക്കെ, ഫോർഡർ പവർ വിൻഡോ. ഇതേത് വേരിയന്റ് ഏതാണിത്? ഇത് G4 ആണ്. G4 ആണ്. ഓക്കെ, അപ്പം ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ്, വേറെ ആക്സസറി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അപ്പം ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് മുതലാളി? നമ്മളിപ്പോൾ 6.5 പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിച്ചു. അപ്പം ലോൺ കയറുമല്ലോ? ലോൺ എത്ര കയറും? ലോൺ കയറുകൊണ്ട് ഒരു 4 രൂപ അടുപ്പിച്ച് ലോൺ കയറും. 4 രൂപ. ഓക്കെ, അപ്പം അടുത്ത വണ്ടി നോക്കാം. ഇത് വണ്ടി 2016 സെലീറിയോ ZXA ആണ്. എന്തോന്ന്? ZXA സെലീറിയോ 2016. നിർത്തി പറയാം, എല്ലാം മനസ്സിലാവും. ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? വണ്ടി പക്കയാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. ടയറൊക്കെ മാറിയിട്ടുണ്ടല്ലേ? 62,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ആക്സസറി ഒന്നുമില്ല, ഇതിനുമില്ല. ഓക്കെ, ഇത് ZXA ഫുൾ ഓപ്ഷൻ അല്ലേ? ഏറ്റവും ടോപ്പ് ഉണ്ട്. അത് പോയി ഇവർ ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം റിവേഴ്സ് ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. ടയർ 4 കൊള്ളാം. വണ്ടി വേറെ ആക്സസറി ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഉള്ള. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. സീറ്റ് ഹാൻഡ് റെസ്റ്റ് അതൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അഡീഷണൽ സ്ക്രീൻ വെച്ചിട്ടുണ്ടല്ലേ? അത് വെച്ചിട്ട് ആൻഡ്രോയിഡ് സെറ്റ് വെച്ചിട്ടുണ്ട്. ഓർഡർ പവറുണ്ട്, എയർ ബാഗ്, ഓഡിയോ ബട്ടൺ കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. ZXA ഫുൾ ഓപ്ഷൻ. ഏറ്റവും ലാസ്റ്റ് ഫൈനൽ നമുക്ക് 3,75,000 ഫൈനൽ കൊടുക്കാം. 3,75,000 രൂപ. 3,75,000. ഓക്കെ, ലോൺ എത്ര കയറും അപ്പോൾ? ലോൺ നമുക്ക് 3,500 ലോൺ കയറും. ഓക്കെ, അത് സെലൂരിന് നേരെ മൈലേജ് അല്ലേ? സെലൂര് അത്യാവശ്യം മലയുണ്ട്. 20 നമ്മൾ കിട്ടുമല്ലോ മൈലേജ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.